ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ക്ലാസ് ചെയ്തിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ക്ലാസ് ചെയ്യുന്നത്. നമുക്ക് 3 ട്രേഡ്സാണുള്ളത്, 3 ലെവൽസ് ഉണ്ട്. 3 ലെവലിൽ ഒറ്റ ലെവലാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. 3ഉം കൂടെ ഒരുമിച്ച് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ മനസ്സിലാകാതെ പോയത്. ഓരോന്നും ഓരോ ക്ലാസ്സുകളായിട്ട് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ബോൾ ലൈൻ സ്ട്രാറ്റജി ട്രേഡിൽ 3 ലെവൽ ട്രേഡ് ആക്റ്റീവ് ആകാറുണ്ട്. ബോൾ ലൈൻ ട്രേഡ്, ലെവൽ 1 ട്രേഡ്, ലെവൽ 2 ട്രേഡ്. ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബോർഡ് ലൈൻ ട്രേഡാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ബോർഡ് ലൈനിൽ മാത്രം വരുമ്പോൾ റിജക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. 4 ഗ്രാഫുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. ബാങ്ക് നിഫ്റ്റിയുടെ തന്നെ 4 തന്നിട്ടുണ്ടാകും, നിഫ്റ്റിയുടെയും 4 തന്നിട്ടുണ്ടാകും. ഓക്കെ, അല്ലെ 4 എന്ന് പറയുന്നത് അന്നത്തെ വീക്കെൻഡ് സിയും പിയും. അതായത് ഏതെങ്കിലും ഒരു സ്ട്രൈക്കിൻ്റെ, എല്ലാ സ്ട്രൈക്കിൻ്റെയും കൂടി നമുക്ക് നോക്കാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് നോക്കിയാൽ മതി. അപ്പോൾ 4 സ്ട്രൈക്കുകളിൽ 2 വീക്കെൻഡും 2 മന്ത് എൻഡും ആയിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് നമ്മൾ ഇന്ന സ്ട്രൈക്കിലാണ് ട്രേഡ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ സ്ട്രൈക്കിൻ്റെ തന്നെ ഗ്രാഫ് വേണമെന്ന് വാശി പിടിക്കേണ്ട, ഏതെങ്കിലും സ്ട്രൈക്കിൻ്റെ തന്നെ മതി. എല്ലാ സ്ട്രൈക്കുകളും ഒരേ സമയത്ത് ഒരേ ലൈൻസിലാണ് വന്ന് ടച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതാണ് ബോർഡ് ലൈൻ സ്ട്രാറ്റജിയുടെ പ്രത്യേകത. ഇപ്പം നമ്മൾ പിവട്ട് പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഗ്രാഫുകളും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിവട്ട് പോയിൻ്റ് ഒരു സ്ഥലത്ത് തന്നെയല്ല വരുന്നത്. പക്ഷേ ബോർഡ് ലൈൻ സ്ട്രാറ്റജിയിൽ ബോർഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ട്രൈക്കുകളുടെയും ബോർഡ് ലൈൻസ് അവിടെ തന്നെ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേഞ്ച് ഇപ്പോൾ 530 591 ഇവിടെ ഒരു ബോർഡ് ലൈൻ സി വന്നതെങ്കിൽ വേറൊരു ഗ്രാഫ് എടുക്കുമ്പോൾ 591 അതായത് ഇതേ പൊസിഷനിൽ അവിടെ എന്ത് വരും അതായത് ഈ ഒരു ഗ്രാഫ് കയറി ബോൾ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ അവിടെയും ബോൾ ലൈൻ തന്നെയായിരിക്കും ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ തന്നെ തന്നെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയും ടച്ചിങ് ആണ് എന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ 4 ഗ്രാഫുകൾ നിങ്ങൾക്ക് തരും. ബോൾ ലൈൻ ലെവൽ ആക്റ്റീവ് ആകുന്നത് ഈ 4 ഗ്രാഫുകളും ഒരേപോലെ ബോൾ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ഇത് സി ഗ്രാഫാണല്ലോ, ഇത് സി ഗ്രാഫാണ്. ഇതിപ്പോൾ ഒരു സി ഇങ്ങനെ ഇറങ്ങി ഇതാ ഇവിടെ വന്നിട്ട് ഇതിൽ ടച്ച് ചെയ്യുന്നു. അതേസമയം തന്നെയാണ് ഇപ്പുറത്തെ പി എന്തായിരിക്കും, താഴത്തുനിന്ന് കയറി അതിൻ്റെ ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നു, ഒരേപോലെ ടച്ച് ചെയ്യുന്നു. ഇത് തന്നെയായിരിക്കും താഴത്തെ സീലും സംഭവിക്കുന്നത്. അത് ഇറങ്ങി എന്തായിരിക്കും, ഒരേപോലെ വന്ന് ബോർഡ് ലൈൻ ടച്ച്. ഈ ബോർഡ് ലൈൻ തന്നെ ആവണമെന്നില്ല, താഴത്തെ ബോർഡ് ലൈനിൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്നു, അത് ശ്രദ്ധിക്കുക. അപ്പോൾ പി ബോർഡ് ലൈനിൻ്റെ താഴെ ടച്ച് ചെയ്യണം. അപ്പോൾ താഴത്തെ പി അങ്ങനെ തന്നെ ആയിരിക്കും ബോർഡ് ലൈനിൻ്റെ താഴെ. അത് ഈ ബോർഡ് ലൈൻ തന്നെ ആവണമെന്നില്ല, 2 ബോർഡ് ലൈൻ ഉണ്ട്, ആ 2 ബോർഡ് ലൈൻ്റെ താഴെ ടച്ച് ചെയ്യണം. അങ്ങനെയാണ് റിജക്ഷനാണ്. ഈ 4 ഗ്രാഫുകളും ഒരേപോലെ റിയാക്ട് ചെയ്യുന്നെങ്കിൽ ആ ഒരു ട്രേഡ് അവിടെ ആക്റ്റീവ് ആകും എന്നുള്ളതാണ് ബോർഡ് ലൈൻ സ്ട്രാറ്റജി പറയുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ബോർഡ് ലൈൻസിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിവട്ട് പോയിന്റ് വെച്ചിട്ടും ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ. പിവട്ട് പോയിന്റിൽ നമുക്ക് CPR ഉണ്ട്, R1 ഉണ്ട്, R2 ഉണ്ട്, താഴത്തെ S1 ഉണ്ട്, S2 ഉണ്ട്. വേണമെങ്കിൽ ഈ പിവട്ട് പോയിന്റിനെ ഇതിനെ നമുക്ക് CPR എന്ന് വിളിക്കാം. CPR അവിടെ ഒരെണ്ണം ഉള്ളെങ്കിൽ ഇവിടെ 2 ഉണ്ട്. ഇവിടെ R1 ഉണ്ട്, ഇത് R2 എന്ന് വിളിക്കാം. ഇതിനെ S1 എന്ന് വിളിക്കാം, ഇതിനെ S2 എന്ന് വിളിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിതിന് ബോർഡ് ലൈൻ എന്നും ഡോട്ട് ലൈൻസ് എന്നും ഒക്കെ പേര് കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് 4 ഒരുമിച്ച് വരുന്നെങ്കിൽ നല്ല ഒരു ട്രേഡാണ് ആക്റ്റീവ് ആകുക. ഇനി 4 വന്നില്ലെങ്കിൽ 3 വന്നാലും മതി, ട്രേഡ് ആക്റ്റീവ് ആകും. 2 വന്നാലും ട്രേഡ് ആക്റ്റീവ് ആകുന്നുണ്ട്. പക്ഷേ അതിനത്രയും കൺഫോമിറ്റി ഞാൻ പറയുന്നില്ല, കാരണം മറ്റ് ഇൻഡെക്സുകളിൽ ഒരേപോലെ സംഭവിക്കുന്നത് കൊണ്ടാകാം. അപ്പോൾ അങ്ങനെ 2 ഒരേപോലെ വരുന്നുവെങ്കിൽ അത് റിസ്ക് പൊസിഷനാണ്. നിങ്ങൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ആ 2 ഒരുമിച്ച് വരുന്നതിൻ്റെ അതിൻ്റെ അനാലിസിസ് കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനുള്ള ടൈമില്ല. അത് ഞാൻ കൺഫേം ആക്കി പഴയ ഡേറ്റയൊക്കെ വെച്ച് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാം. ഇപ്പോൾ അതൊരു റിസ്ക് പൊസിഷനാണെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരേപോലെ ബോർഡ് ലൈൻ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, താഴത്തെ കുറച്ചും കൂടെ കൺഫേംഡ് ആയിട്ടുള്ളൊരു ഡേ പറഞ്ഞുതരാം. ഈ ഒരു ദിവസം നമ്മൾ കൊടുത്തിരുന്ന ഗ്രാഫാണിത്. ഈ ഗ്രാഫ് ഒരേപോലെ ബോർഡ് ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതാ നോക്കിക്കേ, ഇത് പിയുടെ 2 ഗ്രാഫ്, മന്ത് എൻഡ് ഗ്രാഫ്, വീക്കെൻഡ് ഗ്രാഫ്. ഇതും പിയുടെ മന്ത് എൻഡ് ഗ്രാഫ്, ഇത് സിയുടെ വീക്കെൻഡ് ഗ്രാഫ്. ഓക്കെ, സിയുടെയും പിയുടെയും 2 ഗ്രാഫുകൾ മുകളിലും താഴെയായിട്ട് തന്നിട്ടുണ്ട്. ഇത് നിഫ്റ്റിയാണ് തന്നിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഇത് കണ്ടോ, ഒരു ഗ്രാഫ് ഇറങ്ങി ഇവിടെ ബോർഡ് ലൈൻ വന്നിട്ടുണ്ട് കണ്ടോ, ഒരേ സമയം ബോർഡ് ലൈൻ വരുന്നത് കണ്ടോ. ഇതുപോലെ തന്നെയാണ് ഇത് നോക്കിയേ, ബോർഡ് ലൈൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ പി അങ്ങനെ ബോർഡ് ലൈൻ്റെ മുകളിൽ വന്നെങ്കിൽ സി ബോർഡ് ലൈൻ്റെ താഴെ വരണം, ഏതെങ്കിലും ബോർഡ് ലൈൻ്റെ താഴെ. ഇതാ ബോർഡ് ലൈൻ്റെ താഴെ വന്നിട്ടുണ്ട്. സി ഇവിടുന്ന് കയറി താഴത്തെ ബോർഡ് ലൈൻ തന്നെ വേണമെന്നില്ല കേട്ടോ, മുകളിലത്തെ ബോർഡ് ലൈൻ്റെ ആണെങ്കിൽ താഴെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതും കയറി മുകളിലത്തെ ബോർഡ് ലൈൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഇതും ഇറങ്ങി മുകളിലത്തെ ബോർഡ് ലൈൻ്റെ താഴെ വന്നിട്ടുണ്ട്, മുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ഗ്യാപ്പുണ്ട്. എന്നാൽ ഇത് 3 കൺഫേംഡ് ആണ്. അപ്പോൾ 3 കൺഫേംഡ് ആണെങ്കിൽ നിങ്ങൾക്കതിനെ പ്രൊസീഡ് ചെയ്യാം. അതായത്
ഇവിടെ വെച്ച് ടച്ച് ചെയ്താൽ ഇനി ഇങ്ങോട്ടല്ലേ റിജക്ഷൻ, അതായത് ഇനി പി എ സംഭവിക്കുള്ളൂ. ഇത്ര നേരത്തെ സി സംഭവിച്ച് വന്നതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്ത് പറ്റി, 4 ഗ്രാഫുകളിൽ ഒരേപോലെ ബോർഡ് ലൈനിൽ ടച്ച് ചെയ്യുന്നു. അതായത് നമ്മളുടെ പിവറ്റ് പോയിന്റ് വെച്ചിട്ടാണ് സി പി ആറിനെ ടച്ച് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ റിജക്ഷനാണ്. നിങ്ങൾ ആ ട്രേഡ് അവിടെ വെച്ച് എക്സിറ്റ് ചെയ്യണം. സി ട്രേഡിനെ എക്സിറ്റ് ചെയ്യുക, അടുത്ത പി സംഭവിക്കും എന്നുള്ളതാണ്. കറക്റ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രത്തോളം പി സംഭവിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ഒരു ദിവസം നോക്കിയത്, മുകളിലത്തെ ദിവസം ഇതാ താഴത്തുനിന്ന് കയറി സി ട്രേഡ് പോയി മുകളിലത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്തു. ഇതുതന്നെ താഴത്തെ കയറിപ്പോയി. രണ്ടാമത്തെ ഗ്രാഫ് നോക്കുമ്പോൾ രണ്ടാമത്തെ ഇത് പോയി ടച്ച് ചെയ്യുന്നുണ്ട്. ഇതാ ഇവിടെ ബോൾ ലൈനിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട്. അത് അത്രയും വന്നിട്ടില്ലെങ്കിലും ഇവിടെയൊക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ആ ട്രേഡ് ഇനി ഇവിടുന്ന് ഇടിയും എന്നുള്ളതാണ്. അതായത് പി സംഭവിക്കും എന്നുള്ളതാണ്. പി സംഭവിച്ച് ഇതാ നോക്കിക്കേ, മൂന്നാമത്തെ ക്യാൻഡിലായപ്പോൾ പി പോയി ഫസ്റ്റ് ലൈനെ ടച്ച് ചെയ്തിരിക്കുന്നു. അതേ മൂന്നാമത്തെ ക്യാൻഡിലായപ്പോൾ ഇവിടെ ഇതാ ഇവിടെയും വന്ന് ഫസ്റ്റ് ലെവലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരേപോലെ അടുത്ത സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവൽ ആക്റ്റീവ് ആകും എന്നുള്ളതാണ്. രണ്ടെണ്ണം സംഭവിച്ചാലും ലെവൽ ആക്റ്റീവ് ആകുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ മറ്റ് അനാലിസിസ് ചെയ്യുകയാണ്. അപ്പോൾ അത് അടുത്ത ലെവലിലേക്ക് പോയത് കൊണ്ടാണ് അവിടെ വെച്ച് അത് ബ്രേക്കായിട്ട് അടുത്ത ലെവൽ റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ റേഞ്ച് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% ഒന്നും കൊടുക്കണ്ട. ഒരു 30% ആണെങ്കിൽ എന്തായാലും ഓക്കെയാണ്, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിനേക്കാൾ കുറച്ചൊരു റിസ്ക് കുറയ്ക്കാൻ നിങ്ങൾക്ക് 10% കിട്ടിയാൽ തന്നെ വലിയ കാര്യം തന്നെയാണ്. ഒരു ദിവസം 10% റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൂടുമ്പോൾ തന്നെ 100% റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ കയ്യിൽ നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ ആ ഒരു റിവാർഡിൽ നമ്മൾ കുറച്ചെടുക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കിട്ടും. പിന്നെ നമ്മൾ നോക്കുകയുള്ളൂ, ഇതൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, 15 മിനിറ്റ്സിന് ക്യാൻഡിലായിരിക്കണം. 15 മിനിറ്റ്സിന് ക്യാൻഡിലാണ് നിങ്ങൾ ഓപ്പൺ ആക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ആ 15 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് അതിൻ്റെ റിജക്ഷൻ ലെവൽ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഒരു 15 മിനിറ്റ്സ് 9:15 ഒരു നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആകുന്നു. ആക്റ്റീവായി 9:30 വരെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്ക് 15 മിനിറ്റ്സിന് ഇടയ്ക്ക് ട്രേഡിംഗ് ഇല്ല. നമുക്ക് ബോർഡ് ലൈൻ സ്ട്രാറ്റജി പ്രകാരം ട്രേഡിംഗ് ഇല്ല. അപ്പോൾ നമുക്ക് ആ ഒരു 15 മിനിറ്റ്സിന് ക്യാൻഡിൽ എവിടെ പോയി ടച്ച് ചെയ്യുന്നു, എവിടെ പോയി റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് അടുത്ത ലെവൽ ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈമും കിട്ടും ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ. കൺഫ്യൂഷൻ അടിച്ചിങ്ങനെ ഇപ്പം ഞാൻ ഏത് ട്രേഡിൽ പോകും, മാർക്കറ്റ് ഇടിക്കുകയാണല്ലോ, മാർക്കറ്റ് കയറുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരു ലെവൽ ഒരു 15 മിനിറ്റ്സിന് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓൺലൈൻ സ്ട്രാറ്റജി പ്രകാരം എവിടെയാണ് അത് അതിൻ്റെ ലെവൽ ആക്റ്റീവ് ആകുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ടോ, ഈ ഒരു 15 മിനിറ്റ്സിന് ക്യാൻഡിൽ കണ്ടോ, ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇവിടെ നിന്നാണ് റിയാക്ട് ചെയ്തേക്കുന്നത്. ഒരുമിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇത് ഇവിടെ നിന്ന് ഒരുമിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ അത് രണ്ടും ബോൾ ലൈൻ ടച്ച് ചെയ്തു എന്നുള്ളത് മനസ്സിലാകുന്നത്. അടുത്ത ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ട്രേഡ് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ക്യാൻഡിലേ നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു ക്യാൻഡിലിൻ്റെ ട്രേഡേ നമുക്ക് കിട്ടുള്ളൂ എന്നേ ഉള്ളൂ. അത് വീക്കെൻഡ് പൊസിഷൻ ആണെങ്കിൽ അത് ഇത്രത്തോളം റിട്ടേൺ കണ്ട, ഇത്രത്തോളം ക്യാൻഡിൽ വർക്ക് ചെയ്തില്ലേ, നല്ല റിട്ടേൺ അതിനകത്ത് കിട്ടും. അടുത്ത ദിവസമൊക്കെ നോക്കിക്കേ, ഞാൻ ഓൾറെഡി ഇതാ നോക്കിക്കോ, അടുത്ത ദിവസം നോക്കിയോ, ഈ ഒരു പൊസിഷൻ കണ്ട 2:45 ടൈമിലുള്ള പൊസിഷനാണിത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റിട്ടേൺ കിട്ടുന്ന പൊസിഷനാണ് കേട്ടോ. ബോൾ ലൈൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അതേസമയം ഇതും ബോൾ ലൈൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നു. ഇത് അപ്പോൾ ബോൾ ലൈൻ്റെ താഴെ ആയിരിക്കണം. ഇതാ ബോൾ ലൈൻ്റെ താഴെ നിൽക്കുന്നു, ഇതും ബോൾ ലൈൻ്റെ താഴെ നിൽക്കുന്നു. അപ്പോൾ 4 ഒരേപോലെ ആക്ട് ചെയ്തിട്ടുണ്ട്. 2:45 ടൈമും കൂടിയാണ്. നല്ല രീതിയിലുള്ള റിട്ടേൺ ഇവിടെ പിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരേപോലെ ബോൾ ലൈൻ ടച്ച് ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ പറയുന്നത്. അത് ഒരു മാസത്തിൽ തന്നെ 5-6 ദിവസങ്ങൾ മിനിമമാണ് ഞാൻ പറഞ്ഞത്, അത്രയും നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ മാത്രം നമ്മൾ ട്രേഡ് എടുത്താൽ മതി. ഇത് അടുത്ത ദിവസം നോക്കി, ഒരേപോലെ സിയുടെ താഴെ ബോൾ ലൈൻ്റെ താഴെ നിൽക്കുന്നൊരു ദിവസമാണിത്. ഒരേപോലെ ബോൾ ലൈൻ്റെ താഴെ സിയുടെ 2 ഗ്രാഫുകളും. അപ്പോൾ പിയുടെ 2 ഗ്രാഫുകളും ബോൾ ലൈൻ്റെ മുകളിലായിരിക്കണം. ഇതാ ബോൾ ലൈൻ്റെ മുകളിലാണ്. പിന്നെ ഇത് മാത്രം ഇവിടെ ആയിപ്പോയി. എന്നാലും നമുക്കത് ഒരുമിച്ച് 3 എണ്ണം വന്നിട്ടുണ്ട്. ഇത് ഏറ്റവും ലാസ്റ്റ് ലൈനിൽ കൂടിയാണല്ലോ. ഏറ്റവും ലാസ്റ്റ് ലൈനിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു താഴത്തേക്ക് ലൈൻ ഇല്ല എന്നാണ് അർത്ഥം. ഏതെങ്കിലും ഒരു ഗ്രാഫ് ലാസ്റ്റ് ലൈനിൽ നിൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അതൊരു റിജക്ഷൻ പോയിൻ്റ് ആണ്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടേ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, അപ്പോൾ നല്ല രീതിയിൽ 3 ഗ്രാഫുകളും കൺഫേം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ നല്ലൊരു റിട്ടേൺ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും 10%, 20% ഒന്നും അല്ല, അതിനൊക്കെ മേലിൽ ഒരുപാട് വലിയ റിട്ടേൺ ആണ് അതൊക്കെ. ഈ ദിവസം നോക്കിക്കേ, ഈ മൂന്നാമത്തെ ക്യാൻഡിൽ, 3-4 ക്യാൻഡിൽസൊക്കെ ഇതിവിടെ ബോൾ ലൈൻ്റെ മുകളിൽ ടച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതും ബോൾ ലൈൻ്റെ മുകളിലായിരിക്കണം. ഇത് ജസ്റ്റ് താഴത്തേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഗ്രാഫുകൾ നോക്കാം. അപ്പോൾ ഇത് പി പൊസിഷൻ ഇവിടെ എന്തായിരിക്കണം, സി പൊസിഷൻ ബോൾ ലൈൻ്റെ മുകളിലാണെങ്കിൽ പി പൊസിഷൻ ബോൾ ലൈൻ്റെ താഴെ ആയിരിക്കണം. ഓക്കെ, ഇവിടെയും ബോൾ ലൈൻ്റെ താഴെയാണ്. ഓക്കെ, നാലാമത്തെ ക്യാൻഡിൽ പ്രകാരം ഇത് ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ ബോൾ ലൈൻ്റെ താഴെയാണെങ്കിൽ താഴത്തേക്ക് തന്നെ പോകും. ഇതാ ബോൾ ലൈൻ്റെ മുകളിലാണെങ്കിൽ മുകളിലേക്ക് തന്നെ പോകും. അതവിടെ ആക്റ്റീവായിട്ടുണ്ട്. ഓക്കെ, നല്ല റിട്ടേൺ അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൊസിഷൻ നോക്കിക്കേ,
ഇത് വന്നപ്പോൾ ബോൾ ലൈൻ്റെ താഴെ കൂടെ ചെന്ന് ബോൾ ലൈൻ്റെ താഴെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതും ബോൾ ലൈൻ്റെ താഴെ കണ്ടോ, താഴത്തുനിന്ന് കയറി ബോൾ ലൈനെ ടച്ച് ചെയ്തിട്ടുണ്ട്, റിജക്റ്റ് ചെയ്യും. പക്ഷെ അത് 2 മാത്രമേ കൺഫേം ഉള്ളൂ. അപ്പോൾ ഇവിടെയൊന്നും ബോൾ ലൈൻ്റെ താഴെയല്ല, ബോൾ ലൈനിലല്ല നിൽക്കുന്നത്, ബോൾ ലൈൻ്റെ താഴെ മുകളിലൊന്നല്ല നിൽക്കുന്നത്, ഫസ്റ്റ് ലെവലിലും സെക്കൻഡ് ലെവലിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇങ്ങനെ 2 ഓക്കെ ആണെങ്കിലും ട്രേഡ് ആക്റ്റീവ് ആകുന്നുണ്ട്. നമ്മുടെ ഇന്നലത്തെ ദിവസത്തെ ഗ്രാഫ് നോക്കുക, അങ്ങനെ തന്നെയാണ്, ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഞാനൊരു അനാലിസിസ് വീണ്ടും ചെയ്തിട്ട് പിന്നീട് പഴയ ഡേറ്റാസൊക്കെ വെച്ച് നോക്കിയിട്ട് കൺഫേം ആണെങ്കിൽ പറയാം. ഇതിപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിപ്പോൾ സി അല്ലേ, കയറി സി ഇങ്ങനെ രണ്ടും ഒരുമിച്ച് വന്നതുകൊണ്ട് സി ഇനി എടുക്കരുത്, അവിടെ സീനെ ക്വിറ്റ് ചെയ്യണം. മേ ബി പി ആക്റ്റീവ് ആകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചേക്കുക. ദെൻ അടുത്തൊരു ദിവസം നോക്കിക്കേ, ഇതിങ്ങനെ ഒരേപോലെ പോയത് 3-ാമത്തെയും 4-ാമത്തെയും ക്യാൻഡിൽസ് ഒരേപോലെ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതങ്ങനെ, ഇത് ഇത്രയൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അടുത്ത ഇവിടെയൊന്നും കുഴപ്പമില്ല. ഇത് 3-ാമത്തെയും 4-ാമത്തെയും ക്യാൻഡിൽസ് ഒരേപോലെ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ അത് ബോൾ ലൈൻ്റെ മുകളിലാണ്. സോ അത് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തേക്കുക. ഓക്കെ, ആ ട്രേഡും അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ അങ്ങനെ തന്നെയാണ്, ഒരുമിച്ച് പോയിട്ട് ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരു ടൈമിൽ ഇവിടെയും ഒരു റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. 2 ആണെങ്കിൽ പോലും റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് മറ്റൊരു വീഡിയോ പിന്നീട് ചെയ്യാം. ഇവിടെയാണെങ്കിൽ ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്, റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബോൾ ലൈനിലല്ല. അടുത്ത് നോക്കുക, ഇത് ബോൾ ലൈനിലാണ്, ബോൾ ലൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇതും ബോൾ ലൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. സോ ആ ട്രേഡും അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് പോയി അടുത്ത ലെവൽ 1 ടച്ച് ചെയ്യുന്നു. ഇവിടെയും പോയി ലെവൽ 1 ടച്ച് ചെയ്യുന്നു. ഇവിടെയും പോയി ലെവൽ 1 ടച്ച് ചെയ്യുന്നു. ഈ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്ത ലെവൽ ആക്റ്റീവ് ആകുന്നത്. അതുകൊണ്ടാണ് അത്രയും അവിടെ ഒരു കൺസോൾട്ടേഷനും പിന്നെ അത്രത്തോളം റിട്ടേൺ അവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അടുത്ത ലെവൽ ആക്റ്റീവ് ആകുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. നമുക്കങ്ങനെ ശ്രദ്ധിച്ചിരിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ റിട്ടേൺ എടുത്തിട്ട് 10, 20, മാക്സിമം 30% എടുത്തിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ദിവസം, ഓക്കെ, ഈ ദിവസമാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നോക്കുക. ഓക്കെ, ഈ ഒരു ദിവസത്തേക്ക് നമ്മളൊന്ന് നോക്കിക്കേ. ഇവിടെ പോയിട്ട് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ബോൾ ലൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇത് ഇവിടെ ബോൾ ലൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇത് ഇവിടെ ബോൾ ലൈൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇത് മാത്രമേ ഒന്ന് തെന്നി മാറിയിട്ടുള്ളൂ. ബാക്കി 3 ഒക്കെയാണ്. അത് കൺഫേംഡ് ആണ്. 2.25 ട്രേഡാണ്. സോ നല്ല രീതിയിലുള്ള റിട്ടേൺ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിക്കൊള്ളണം. ഒരേപോലെ വന്നിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന ദിവസം എന്ന് പറയാനായിട്ട്, ഇത് ഞാൻ റിസ്ക് പൊസിഷൻ കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. ഇത് നോക്കിയാൽ 1, 2, 3, 4 ഫോർത്ത് ക്യാൻഡിൽ ആയപ്പോഴത്തേക്ക് ഇത് ബോൾ ലൈനിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അതായത് താഴത്തേക്ക് റിജക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ താഴത്തെ സിയും അങ്ങനെ തന്നെയായിരിക്കണം നിൽക്കേണ്ടത്. 1, 2, 3, 4-ാമത്തെ ക്യാൻഡിൽ എവിടെ നിൽക്കുന്നത്? ബോൾ ലൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അതായത് ഇത് മുകളിലേക്ക് പോകാനാണ് ചാൻസ്. അതായത് ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആ ഒരു ട്രേഡിനെ കൺഫേം ചെയ്യരുത്. നോക്കിക്കേ, ഈ ഒരു ലെവലാണ് അവിടെ ആക്റ്റീവ് ആയത്. ഇത് രണ്ടും സെക്കൻഡ് ലെവൽ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ട്രേഡ് അവിടെ ആക്റ്റീവ് ആകുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ രണ്ടും ഒരേപോലെ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്നതുകൊണ്ട് ആക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 ആണെങ്കിലും ആക്റ്റീവ് ആകുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനെ പറ്റി പിന്നീട് ചെയ്യുന്നതാണ്. അപ്പോൾ ബോൾ ലൈനിൽ ഇത് ഇപ്പോൾ ഒരുപോലെ ബോൾ ലൈൻ വന്നെങ്കിലും ഒരെണ്ണം ബോൾ ലൈൻ്റെ താഴെ, ഒരെണ്ണം ബോൾ ലൈൻ്റെ മുകളിലുമാണ്. പക്ഷെ അങ്ങനെ വന്നാൽ എടുക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അത് കൺഫേംഡ് ട്രേഡ് അല്ല. ദെൻ ഈ ദിവസങ്ങളിൽ ഇവിടെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ ടച്ച് ചെയ്യുന്നില്ല. പക്ഷേ 2 ഓക്കെ ആയതുകൊണ്ടും ഇത്രത്തോളം ലെവൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മിക്ക ദിവസങ്ങളിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ നമ്മളുടെ ഗ്രാഫ് എടുത്ത് നോക്കുക, അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അനാലിസിസ് പിന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ബോൾ ലൈൻ സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരേപോലെ വന്ന് ബോൾ ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ബോൾ ലൈൻ ലെവൽ എന്നറിയപ്പെടുന്നു. ആ ലെവലിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഒരേപോലെ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുമ്പോൾ കണ്ടോ, അതിങ്ങനെ കയറി ഇതിപ്പോൾ ഒന്ന് കയറി ബോൾ ലൈൻ ടച്ച് ചെയ്തോന്ന് വിചാരിച്ചോ, താഴത്ത് ഇവിടം വരെ എത്തിയതാണ്. പക്ഷെ കയറിയതേ ഈ ഒരു പൊസിഷനിൽ വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ. 1, 2, 3, 4, 5 ഫിഫ്ത്ത് ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കണം. 1, 2, 3, 4, 5 ഇത് ഓക്കെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണോ നോക്കിയേ, താഴത്തെ, അതായത് ഇത് ബോൾ ലൈൻ്റെ താഴെയില്ലേ ടച്ച് വന്നല്ലേ ടച്ച് ചെയ്തത്, ആ താഴത്തേക്ക് ഇറങ്ങാനാണ്. അപ്പോൾ ഇത് ബോൾ ലൈൻ്റെ മുകളിൽ വന്ന് ടച്ച് ചെയ്യണം. 1, 2, 3, 4, 5 മുകളിലല്ല ടച്ച് ചെയ്തിരിക്കുന്നത്. ഇതും എവിടെയാണ്? ഇവിടെ ജസ്റ്റ് ഡിഫറൻസ്, ഇവിടെ വന്നാണ് ടച്ച് ചെയ്തേക്കുന്നത്. കണ്ടോ, ഇത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത് നോക്കാം. 1, 2, 3, 4, 5 ഇതിലും ഉണ്ട് ഇത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആകെ 2 കൺഫേംഡ് ആണ്. 2 കൺഫേം ആയാലും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു വർക്കിംഗ് മാത്രം അവിടെ കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഓക്കെ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഈ ക്യാൻഡിലായപ്പോൾ ഇവിടെയും ഒരുപോലെ ടച്ച് ചെയ്തു, ഇവിടെയും ഒരുപോലെ ടച്ച് ചെയ്തു. ദെൻ
ഇവിടെ ഇല്ല. പക്ഷേ ഇതും 2 ടച്ച് ചെയ്തതാണ്. പക്ഷേ അത് അത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 2 ടച്ച് ചെയ്താൽ വർക്ക് ചെയ്യുന്ന ഗ്രാഫുകളായിരുന്നു ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. ഈ ഒരു ദിവസം ഉണ്ടായിരുന്നത് 2 ടച്ച് ചെയ്താൽ മാത്രം വർക്ക് ചെയ്യുന്ന ഗ്രാഫുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ ദേ ഇവിടെ നമുക്ക് നോക്കാം. 1 2 3 4 5 6 സിക്സ്ത് ക്യാൻഡിലായപ്പോൾ മുകളിലത്തെ താഴത്തു നിന്ന് കയറി മുകളിൽ പോയി ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് ബാക്കിയുള്ള ക്യാൻഡിൽസും അങ്ങനെയാണ് നോക്കുക. 1 2 3 4 5 6 തന്നെയല്ലേ അത്. 1 2 3 4 5 6 താഴേക്ക് ഇറങ്ങാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഇതും പറയുന്നത് താഴേക്ക് ഇറങ്ങണോ. സിയും ബിയും ഒരേപോലെ താഴേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. അതാണ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തതിനുള്ള കാരണം. വലിയ രീതിയിലുള്ള റിയാക്ഷൻ സംഭവിക്കാതെ ഇങ്ങനെ കൺസോൾട്ടേഷൻ സംഭവിച്ചതിനുള്ള കാരണം. വലിയൊരു റിയാക്ഷൻ അല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. നോക്കോളെ, ഇത് നോക്കിക്കേ. 1 2 3 4 5 6 മോളുടെ ഒരേപോലെ ബോൾ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 കണ്ട. ഇത് 1 2 3 4 5 6 ഇതും അതുപോലെ തന്നെയാണ്, ഒരേപോലെയാണ് ടച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വലിയൊരു റിയാക്ഷൻ നമുക്ക് കിട്ടാതെ പോകുന്നത്. നല്ലൊരു ഫ്ലോ ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ രണ്ട് പേരിലും ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ, കൺസോൾട്ടേറ്റ് ചെയ്ത് ഇടിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്ത് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഗ്രാഫുകൾ എടുക്കുന്നതിനനുസരിച്ച് അത് റിയാക്ഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരേപോലെ ബോൾ ലൈൻ ടച്ച് ചെയ്യണം. ഒരേപോലെ ടച്ച് ചെയ്താൽ മാത്രമേ ഈ ഒരു ഗ്രാഫ് വർക്ക് ചെയ്തുള്ളൂ. കണ്ടോ, ഇവിടെയൊക്കെ 3 ഒരുപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇവിടെയൊക്കെ ഒരേപോലെ കണ്ടേ, ഇതേ ഒരേപോലെ ഇവിടെ വന്ന് ഓക്കെ, ഒരേപോലെ റിയാക്ട് ചെയ്യുന്നത് മാത്രമാണ് നമുക്ക് അത് കൺഫേംഡ് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള ട്രേഡുകളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് ബോൾ ലൈൻ സ്ട്രാറ്റജി പറഞ്ഞത്. ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചോദിക്കുക. അതായത് 4 ഗ്രാഫുകളിലും 4ഉം ഒരേപോലെ ബോൾ ലൈനിലായിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ ഒരേപോലെ ഫസ്റ്റ് ലെവലിൽ വരുന്നുണ്ട്, ഒരേപോലെ സെക്കൻഡ് ലെവലിൽ വരുന്നുണ്ട്. 4 ഗ്രാഫുകളല്ല 2 ഗ്രാഫുകൾ വന്നാലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി മറ്റൊരു വീഡിയോ. ഇത് ഒരേപോലെ ബോർഡ് ലൈനിൽ വന്നാൽ മാത്രമുള്ള വീഡിയോ ആണ് പറഞ്ഞത്. ഒരേപോലെ വന്ന് ബോർഡ് ലൈൻ ടച്ച് ചെയ്യണം. അതായത് സി ഒരേപോലെ വന്ന് ബോർഡ് ലൈൻ്റെ മുകളിൽ ടച്ച് ചെയ്തെങ്കിൽ, കണ്ടത് ഇത് ബോർഡ് ലൈൻ്റെ മുകളിലാണ്, അപ്പോൾ അത് മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ പി എന്തായിരിക്കണം, ഒരേപോലെ വന്ന് ബോർഡ് ലൈൻ്റെ താഴെ ആയിരിക്കണം ടച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 മുകളിലാണെങ്കിൽ, ഇതിപ്പോൾ സിയും മുകളിൽ പിയും മുകളിൽ, ഇതിപ്പോൾ സി ഇവന്ന് മുകളിൽ ടച്ച് ചെയ്തില്ലേ, പി ഇവിടെ ടച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ താഴത്തെ ബോൾ ലൈൻ ടച്ച് ചെയ്യണം. ഒന്നെങ്കിൽ ഇവിടെ ടച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ താഴെ നിൽക്കണം. പക്ഷേ ഇവിടെ സിയും താഴേക്ക് വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്ത് ബോൾ ലൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. പി ഇപ്പോൾ വേണമെങ്കിൽ താഴത്തുനിന്ന് കയറി പക്ഷേ ബോൾ ലൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് വിചാരിച്ചു. 2 മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. കാരണം മുകളിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ സിക്ക് മുകളിലേക്ക് പോകണം, പിക്ക് മുകളിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ട്രേഡിലേക്ക് എൻ്റർ ചെയ്യേണ്ട. അവിടെ കൺസോൾട്ടേഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഓർത്തേക്കുക. ഓക്കെ. നീ മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. അടുത്ത നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ലെവൽ 2 ട്രേഡിനെ പറ്റിയാണ്. 4 ഗ്രാഫുകളും ഒരേപോലെ ലെവൽ 2ൽ വരുന്നതായിരിക്കും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ലെവൽ 1 അടുത്ത ലെവൽ 1 ആണ്. അടുത്ത് കഴിഞ്ഞ് ലെവൽ 2. അപ്പോൾ ബോർഡ് ലൈൻ എന്ന് പറയുന്നത് 4 ഗ്രാഫുകൾ ഒരേപോലെ വന്ന് ബോർഡ് ലൈൻ ടച്ച് ചെയ്യുമ്പോൾ, സി ഗ്രാഫ് ബോർഡ് ലൈൻ്റെ മുകളിലാണെങ്കിൽ 2 സിയും ബോർഡ് ലൈൻ്റെ മുകളിലായിരിക്കണം, 2 ബിയും ബോർഡ് ലൈൻ്റെ താഴെ ആയിരിക്കണം ടച്ച് ചെയ്തിട്ടുണ്ടാകുക. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ.